കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിം ആയിട്ട് തന്നെ കാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നത് ആഷിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ആ ഒരു പോയിന്റ് ഓഫ് ഇതിൽ എനിക്ക് കിട്ടി. ഓക്കെ, ഇന്ന് ഇയാൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ ലൈഫ് പാർട്ട്ണർ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഓക്കെ ഒരുമിച്ച് ജീവിച്ച്. അതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം. ഇപ്പം ഏതെങ്കിലും കറക്റ്റ് കാസ്റ്റിൽ തന്നെയാണോ നിൽക്കുന്നത്, അതോ കാസ്റ്റ് ഒന്നും വേണ്ട എന്നുള്ളൊരു രീതിയിലാണോ ഇപ്പം നിൽക്കുന്നത്? കാസ്റ്റ് ഞാൻ ഇപ്പോഴും മുസ്ലിം ആയിട്ട് തന്നെ കാസ്റ്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം സിബ്ലിങ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മാറി? എൻ്റെ ഇത്താത്തമാര് ഒക്കെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി തന്നെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ മറച്ചു വെച്ചത്. അപ്പോൾ അവരൊക്കെ ഇപ്പം ഇൻഷാല്ലാ എല്ലാം ഒരു നല്ല രീതിയിൽ സെറ്റിലും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതൊരു എത്രാമത്തെ വയസ്സിലായിരുന്നു? വളരെ റീസെൻ്റ്ലി ഞാൻ അതിൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തത്. അതിന് മുമ്പൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലൈക്ക് പക്ക അങ്ങനെ ഒരു ഐഡന്റിറ്റിയിലായിട്ട് ഇപ്പോൾ വളരെ റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. അതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പറയുമായിരുന്നു, എന്തിനും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്, എന്തിനും പെണ്ണുങ്ങളെ പുറത്ത് വീഡിയോസ് ചെയ്യുന്നത്, ആൺകുട്ടികളെ പുറത്ത് വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോഴാണ് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് ഞാൻ കമൗട്ട് ചെയ്ത് വന്നത്. ഇപ്പോഴും ഇത്താടെയൊക്കെ വീട്ടുകാരായിട്ട് ബന്ധമുണ്ടോ? അതോ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുമോ? അവരുടെ വീട്ടിലൊക്കെ പോവോ? അതൊക്കെ ഉണ്ട്. ഇത്താത്തമാരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും പോകാൻ. ഹസ്ബൻഡിനൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ? അവരുടെ വീട്ടുകാർക്കൊന്നും ഇല്ല, അങ്ങനെ വലിയ പ്രശ്നം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും സ്റ്റിൽ അവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോവാറുണ്ട് വീട്ടിൽ. കുട്ടികളൊക്കെ കാണാൻ ഇഷ്ടമാണ് എനിക്ക്. അവരുടെ കുട്ടികളെ കാണാനൊക്കെ പോകും. വീട്ടിലാണെങ്കിലും അവർ വരും, താമസിക്കും, ഞാൻ അങ്ങോട്ട് പോയി താമസിക്കാം ഒക്കെ ഉണ്ട്. ഒന്നും കുഴപ്പമുള്ള കാര്യം. ഫസ്റ്റ് ആഷിക ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്ത് മാറ്റമൊക്കെയാണ് ഈ തൈലുണ്ടായത്? ആ ഒരു പഴയ നമുക്ക് ഡിപ്രഷനൊക്കെ ആ ഒരു ടൈമിൽ വരുമല്ലോ. കാരണം വീട്ടുകാരില്ല, നമ്മൾ കല്യാണം കഴിച്ചൊരു കുട്ടി പോയി, നമ്മൾ കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ വിഷമം വന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരുന്നപ്പോഴാണോ ആഷിക ലൈഫിലേക്ക് വന്നത്? അല്ല, അതിന് മുമ്പേ ആഷിൻ്റെ കൂടെ ഉണ്ട്. ലൈക്ക് നല്ലൊരു ഫ്രണ്ടായിട്ടും ഒരു നല്ലൊരു സപ്പോർട്ടറായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഓക്കെ ഒരുമിച്ച് ജീവിച്ച്. അതിന് മുമ്പ് ഞങ്ങൾക്ക് അറിയാം ഒരുമിച്ച് ജീവിക്കാനുള്ള പ്ലാൻ തന്നെ ആയിരുന്നു. പക്ഷെ പറയാൻ പേടിയായിരുന്നു. ഇപ്പോഴാണ് അത് കമൗട്ട് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു, രണ്ടാളും അടിപൊളിയായിട്ട് പോകുന്നു. ഒരു 100 വർഷം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ആഷി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ആരാണ് ആദ്യമായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞത്? ആദ്യമായിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരുന്നു. അതുവരെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്, ഒരേ പാഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. അപ്പോൾ ഞാനാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്. അപ്പോൾ അവനും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ അവരും. ഏതൊരു പോയിന്റിലാണ് അങ്ങനെ എനിക്ക് ആശി ഇഷ്ടമാണെന്നുള്ളൊരു തോന്നൽ വന്നത്? എൻ്റെ ഒരു പീക്ക് സിറ്റുവേഷനിൽ എൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നത് ആഷിയായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റുള്ള എല്ലാവരും എനിക്കാട്ടും കൂടുതൽ എനിക്ക് എൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നതും, എനിക്ക് ഓരോ കാര്യങ്ങൾ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓൾറെഡി ആ ഒരു പോയിന്റ് ഓഫ് ഇതിൽ എനിക്ക് കിട്ടി. ഓക്കെ, ഇന്ന് ഇയാൾ തന്നെ ആയിക്കോട്ടെ നമ്മളെ ലൈഫ് പാർട്ട്ണർ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ ലവ് സ്റ്റോറി സത്യം പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ആഷി ലൈക്ക് എൻ്റെ വീട്ടിൻ്റെ എൻ്റെ ഒരു മലപ്പുറമാണ്, കുറ്റിപ്പുറം. നമ്മുടെ ഫുട്ബോളിനൊക്കെ പേര് കേട്ടത് മലപ്പുറത്താണല്ലോ. അപ്പോൾ ഫുട്ബോളിൽ ആഷി നല്ല ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അന്നൊക്കെ ഈ നല്ല കളിക്കുന്ന ആൾക്കാരെ നമ്മൾ ഓരോ ടീമിലേക്ക് കൊണ്ടുവരും. അപ്പം അങ്ങനെ ആഷി മലപ്പുറത്തേക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്നായിരുന്നു അവർ താമസിച്ചതൊക്കെ ഞങ്ങളുടെ അടുത്ത്. അപ്പം അങ്ങനെ കാണും, സംസാരിക്കും. പിന്നെ പാലക്കാട്, അവൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാടാണ് എൻ്റെ ഉപ്പാൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി പാലക്കാടാണ്, മൂത്ത താത്ത. അപ്പോൾ ഇടയ്ക്ക് പാലക്കാട് പോകുമ്പോൾ പിന്നെ സൗഹൃദങ്ങൾ പുതുക്കും. പിന്നെ അന്നൊന്നും ഇങ്ങനെ വലിയ കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് ലൈക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അറിയണമെങ്കിൽ. അല്ലെങ്കിൽ പാലക്കാട് പോയി കഴിഞ്ഞാൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോവും, അവനെ കാണും, സംസാരിക്കും എന്നല്ലാണ്ട് വീട്ടിലൊക്കെ പോകുമായിരുന്നു. പിന്നെ അതേപോലെ ഇവൻ ആഷിയാണെങ്കിൽ ഇങ്ങോട്ട് വരും, കുറ്റിപ്പുറത്തേക്ക് വരും. പിന്നെ അന്നൊക്കെ ഈ ലൈക്ക് കുഞ്ഞൊരു ഫോണായിരുന്നു, ലൈക്ക് നോക്കിയുടെ കുഞ്ഞു സെറ്റായിരുന്നു. അപ്പോൾ അതിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. പക്ഷെ ആ സമയത്ത് നമ്മളെ കയ്യിൽ ലൈക്ക് നമ്മൾ ഒരു സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അന്ന് ആ ഫോണേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കും. അതൊക്കെ ഭയങ്കര ഒരു ഓർമ്മയാണ്.